Last class we have mentioned about least residues. Now, given an integer a, using division algorithm, a equal to qm plus r, 0 less than or equal to r less than m, where q and r are integers. Okay, so division algorithm നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു ഇൻറ്റിജർ എനെ എം വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എനെ എം വെച്ച് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞു യുണീക്ക് ഇൻറ്റിജേഴ്സ് ക്യൂ ആൻഡ് ആർ എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് എ ഈക്വൽ ടു ക്യൂ എം പ്ലസ് ആർ, വെർ ആർ എന്തായിരുന്നു നമ്മൾ അവിടെ പറഞ്ഞിരുന്നത്, ആർ ഈസ് ദ റിമൈൻഡർ ആൻഡ് ആർ വേരീസ് ഫ്രം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ എം. സോ ആർ വരാനുള്ള പോസിബിലിറ്റീസ് ഏതൊക്കെയാണ്, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ എം ആണ്. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് എന്തുണ്ട്, എ ഈസ് ഈക്വൽ ടു ക്യൂ എം പ്ലസ് ആർ ആണല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇതിനെ നമുക്ക് എ മൈനസ് ആർ ഈക്വൽ ടു ക്യൂ എം എന്നെഴുതാം. അതായത് എ മൈനസ് ആർ ഈക്വൽ ടു ക്യൂ ഇൻറ്റു എം, ക്യൂവും എമ്മും എന്താണ്, ഇൻറ്റീജേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, എം ഡിവൈഡ്സ് എ മൈനസ് ആർ എന്ന് പറയാം അല്ലേ. അപ്പോൾ എം ഡിവൈഡ്സ് എ മൈനസ് ആർ അങ്ങനെയെങ്കിൽ നമ്മൾ കോൺഗ്രുവൻസ് പഠിച്ചിരുന്നു. കോൺഗ്രുവൻസിൻ്റെ ഡെഫിനിഷനിൽ എന്താ പറയുന്നത്, എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ഇഫ് എം ഡിവൈഡ്സ് എ മൈനസ് ബി അല്ലേ. സോ ഇവിടെ എം ഡിവൈഡ്സ് എന്താണ്, എ മൈനസ് ആർ ആണ്. അങ്ങനെയെങ്കിൽ കോൺഗ്രുവൻസിൻ്റെ ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ആർ മോഡ് എം എന്നെഴുതാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നോക്കൂ, ഇത് രണ്ടിലൊന്ന് നോക്കൂ. ഇവിടെ എന്താണ്, എ ഈസ് ഈക്വൽ ടു ക്യൂ എം പ്ലസ് ആർ ആൻഡ് എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ആർ മോഡ് എം. അതായത് എ എന്ന് പറയുന്ന ഒരു ഇൻറ്റീജറിനെ എം എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടുന്ന റിമൈൻഡറുമായിട്ട് എ എന്തായിരിക്കും, കോൺഗ്രുവൻറ്റ് മോഡുലോ എം ആയിരിക്കും. എ വിൽ ബി കോൺഗ്രുവൻറ്റ് ടു ആർ മോഡ് എം. സോ എ എന്തായിരിക്കും, അതിൻ്റെ റിമൈൻഡറുമായിട്ട് കോൺഗ്രുവൻറ്റ് മോഡുലോ എം ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇനി ആറ് നമ്മൾ എന്ത് പറഞ്ഞു, ആറ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ എം. ആറ് അതിൻ്റെ റിമൈൻഡറാണ്. അതുകൊണ്ട് തന്നെ ആറ് എവിടെ മുതൽ എവിടെ വരെയാണ് വേരി ചെയ്യുന്നത്, 0 ടു ലെസ് ദാൻ എം ആണ്. ലെസ് ദാൻ എം പറയുമ്പോൾ ആറ് ഇൻറ്റിജർ ആയതുകൊണ്ട് തന്നെ ആറ് എവിടെ വരെ വരാം, എം മൈനസ് 1 വരെ. സോ 0, 1, 2, 3 എക്സെട്ര എം മൈനസ് 1 ആർ ദ പോസിബിൾ റിമൈൻഡേഴ്സ് വെൻ എ ഈസ് ഡിവൈഡഡ് ബൈ എം. സോ ഒരു ഇൻറ്റിജർ എനെ നമ്മൾ എം വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ, വേറൊരു ഇൻറ്റിജർ എമ്മുമായി ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ വരാവുന്ന പോസിബിൾ റിമൈൻഡേഴ്സ് ഏതൊക്കെയാണ്, 0 വരാം, 1 വരാം, 2 വരെ എക്സെട്ര എം മൈനസ് 1 വരെ. എം മൈനസ് 1 വരെയുള്ള ഏത് റിമൈൻഡേഴ്സും അവിടെ, ഏത് നമ്പേഴ്സും എന്ത് വരാം, അവിടെ റിമൈൻഡേഴ്സായിട്ട് വരാം. 0, 1, 2, 3 etc. m minus 1 are called a set of least residues modulo m. So ഈ നമ്പേഴ്സിനെ 0, 1, 2, 3 etc. m minus 1നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, a set of least residues modulo m. set of least residues modulo m എന്ന് പറയുന്നത്. സോ എനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആറാണെങ്കിൽ ആ റിമൈൻഡറുമായിട്ട് എ എന്തായിരിക്കും, കോൺഗ്രുവൻറ്റ് മോഡുലോ എം ആയിരിക്കും. എ വിൽ ബി കോൺഗ്രുവൻറ്റ് ടു ആർ മോഡുലോ എം ആവും. ആറ് എമ്മിന് എനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സ് ആയതുകൊണ്ട് ആറ് വരാവുന്ന പോസിബിൾ വാല്യൂസ് 0, 1, 2, 3 എക്സെട്ര എം മൈനസ് 1 ആണ്. സോ ഈ റിമൈൻഡേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലീസ്റ്റ് റെസിഡ്യൂസ് എന്ന് പറയുന്നത്. ആൻഡ് ഒരു ഇൻറ്റിജറിനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വരാവുന്ന പോസിബിൾ റിമൈൻഡേഴ്സ് ഏതൊക്കെയാണ്, 0, 1, 2, 3 എക്സെട്ര എം മൈനസ് 1 ആണ്. ആ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സിനെ 0, 1, 2, 3 എക്സെട്ര എം മൈനസ് 1നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എ സെറ്റ് ഓഫ് ലീസ്റ്റ് റെസിഡ്യൂസ് മോഡുലോ എം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് കോൺഗ്രുവൻസ് ക്ലാസ്സസിനെ കുറിച്ചിട്ടാണ്. സോ കോൺഗ്രുവൻസ് ക്ലാസ്സസ് യൂസിങ് ലീസ്റ്റ് റെസിഡ്യൂസ്, ദ സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് z can be partitioned into m non-empty disjoint classes called the congruence classes modulo m. സോ എന്താ പറഞ്ഞത്, നമ്മൾ ലീസ്റ്റ് റെസിഡ്യൂസ് പറഞ്ഞു അല്ലേ. ലീസ്റ്റ് റെസിഡ്യൂസ് എ എന്ന് പറയുന്ന ഒരു ഇൻറ്റീജറിനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ വരാവുന്ന ലീസ്റ്റ് റെസിഡ്യൂസ് പറഞ്ഞാൽ അതിൻ്റെ റിമൈൻഡേഴ്സ് 0, 1, 2 എക്സെട്ര എം മൈനസ് 1, ഇതിനെയാണ് ലീസ്റ്റ് റെസിഡ്യൂസ് എന്ന് പറഞ്ഞത്. സോ ഈ സെറ്റ് ഓഫ് ലീസ്റ്റ് റെസിഡ്യൂസ് ഇത് കംപ്ലീറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ സെറ്റ് ഓഫ് ലീസ്റ്റ് റെസിഡ്യൂസ് എന്ന് പറയും. സോ ഈ സെറ്റ് ഓഫ് ലീസ്റ്റ് റെസിഡ്യൂസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻറ്റീജേഴ്സിൻ്റെ സെറ്റിനെ z കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, പാർട്ടീഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനെ പാർട്ടീഷൻ ചെയ്യാം ഇൻറ്റു വാട്ട്, ഇൻറ്റു എം നോൺ എംപ്റ്റി ഡിസ്ജോയിൻറ്റ് ക്ലാസ്സസ്. ഈ ലീസ്റ്റ് റെസിഡ്യൂസ് ഉപയോഗിച്ചിട്ട് ഇൻറ്റീജേഴ്സിനെ, സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സിനെ എം നോൺ എംപ്റ്റി ഡിസ്ജോയിൻറ്റ് ക്ലാസ്സസ് ആക്കിയിട്ട് പാർട്ടീഷൻ ചെയ്യാം. ആ എം നോൺ എംപ്റ്റി ഡിസ്ജോയിൻറ്റ് ക്ലാസ്സസിനെയാണ് കോൺഗ്രുവൻറ്റ് ക്ലാസ്സസ് മോഡുലോ എം എന്ന് പറയുന്നത്. കോൺഗ്രുവൻറ്റ് ക്ലാസ്സസ് മോഡുലോ എം. ഓക്കെ,
നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ കോൺഗ്രുവൻറ്റ് ക്ലാസ്സസ് മോഡുലോ 3 ആണ് നോക്കുന്നത്. ഓക്കെ, സോ കോൺഗ്രുവൻറ്റ് ക്ലാസ്സസ് മോഡുലോ 3 എന്ന് പറയുമ്പോൾ നമ്മളൊരു ഇൻറ്റിജറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ലീസ്റ്റ് റെസിഡ്യൂസ്. ഓക്കെ, ഏതെങ്കിലും ഒരു ഇൻറ്റിജർ എ അത് നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 3 കൊണ്ട് എനെ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അവിടെ വരാവുന്ന ലീസ്റ്റ് റെസിഡ്യൂസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇൻറ്റിജേഴ്സ്, സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് സെഡിനെ കോൺഗ്രുവൻറ്റ് ക്ലാസ്സസ് ആക്കി ഡിവൈഡ് ചെയ്യണം. ഓക്കെ, സോ 3നെ ഒരു നമ്പറിനെ നമ്മൾ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ വരാവുന്ന റിമൈൻഡേഴ്സ് ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു, ഒരു നമ്പറിനെ m വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ വരാവുന്ന റിമൈൻഡേഴ്സ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ലെസ് ദാൻ m. അപ്പോൾ സോ 0 1 2 3 എക്സെട്ര m-1. സോ നമ്മളൊരു നമ്പറിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ വരാവുന്ന റിമൈൻഡേഴ്സ് ഏതൊക്കെയാണ്? 0 1 2 അല്ലേ, m-1. ഇവിടെ m എന്താണ്? 3 ആണ്. സോ 3 - 1 ഈക്വൽ ടു 2. സോ അവിടെ വരാവുന്ന റിമൈൻഡേഴ്സ് ഏതൊക്കെയാണ്? 0 1 2. സോ നമ്മൾ ഏതൊരു ഇൻറ്റിജറിനെയും 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ റിമൈൻഡർ 0 ആവാം, അല്ലെങ്കിൽ റിമൈൻഡർ 1 ആവും, അല്ലെങ്കിൽ റിമൈൻഡർ 2. ഇത് മൂന്നും അല്ലാത്ത വേറൊരു റിമൈൻഡർ നമ്മളൊരു നമ്പറിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടില്ല. ഓക്കെ, സോ ദിസ് ആർ ദ ഓൺലി പോസിബിൾ റിമൈൻഡേഴ്സ്. ഇനി ഇതുപയോഗിച്ച് നമ്മൾ സെഡ് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സിനെ ഡിസ്ജോയിൻറ്റ് ക്ലാസ്സസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഡിസ്ജോയിൻറ്റ് ക്ലാസ്സസ് ആക്കി ഡിവൈഡ്. സോ സെഡിലെ ഒരു നമ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ സപ്പോസ് നമ്മൾ 0 എന്ന് പറഞ്ഞൊരു നമ്പർ എടുത്തു. ഈ നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ റിമൈൻഡർ കിട്ടാം? 0നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താണ്? 0 തന്നെയാണ്. ഓക്കെ, അടുത്തത് 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ റിമൈൻഡർ? 1 തന്നെയാണ്. 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ റിമൈൻഡർ കിട്ടാം? 2 തന്നെ. ഇനി നെക്സ്റ്റ് 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ റിമൈൻഡർ? 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 കിട്ടും അല്ലേ. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താണ്? 0 തന്നെ കിട്ടും. 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏതാ റിമൈൻഡർ? 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ റിമൈൻഡർ വരിക? 1 ആണ് വരിക. 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ റിമൈൻഡർ വരിക? 2 വരും. ഓക്കെ, സോ 0നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണ്. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താണ്? 3 ആണ്. 1 ഇനി 1 റിമൈൻഡർ കിട്ടുന്നത് ഏതൊക്കെയാണ്? 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണ്. 4നെ ചെയ്യുമ്പോഴോ 1 ആണ്. ഇനി 2 റിമൈൻഡർ എപ്പോഴൊക്കെ കിട്ടുന്നത്? 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 കിട്ടും. 5നെ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? അപ്പോഴും റിമൈൻഡർ 2. ഇനി അടുത്തത് 5 കഴിഞ്ഞ അടുത്ത നമ്പർ 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് റിമൈൻഡർ? 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണ്. സോ 6 റിമൈൻഡർ 0 കിട്ടും. ഇനി 7നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് റിമൈൻഡർ? 1 ആണ്. ആൻഡ് 8നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് റിമൈൻഡർ? 8നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ നമുക്ക് 2 ആണ് കിട്ടുക. ഓക്കെ, സോ നമുക്കിവിടെ നോക്കൂ, 3നെ എന്താ നമ്മൾ ഓരോ നമ്പേഴ്സിനെ, ഓരോ ഇൻറ്റിജേഴ്സിനെയും 3 വെച്ച് ഡിവൈഡ് ചെയ്യണം. സോ 0നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 0 തന്നെയാണ് റിമൈൻഡർ. 1നെ ചെയ്യുമ്പോൾ 1 റിമൈൻഡർ കിട്ടുന്നു. 2നെ ചെയ്യുമ്പോൾ 2 റിമൈൻഡർ. ഇനി വീണ്ടും 3, അടുത്ത നമ്പർ 3നെ എന്താ ചെയ്യുന്നത്? 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0, 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 5നെ ചെയ്യുമ്പോൾ 2, 6 7 8. അടുത്ത സെറ്റ് ഓഫ് എങ്ങനെ വരിക? 9 10 ഇവിടെ വരും. ഇവിടെ എന്താ വരിക? 11 വരും. വീണ്ടും 12ൻ്റെ റിമൈൻഡർ 0, 13ൻ്റെ റിമൈൻഡർ 1 വരും, ആൻഡ് 14ൻ്റെ റിമൈൻഡർ 2 വരും. സോ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. നമ്മൾ ഏതൊരു ഇൻറ്റിജർ എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ റിമൈൻഡർ ഉണ്ടെങ്കിൽ 0 1 2 അല്ലേ. അപ്പോൾ മൾട്ടിപ്പിൾ ആണെങ്കിൽ അതിൻ്റെ റിമൈൻഡർ, മൾട്ടിപ്പിൾ ഓഫ് 3 ആണെങ്കിൽ അതിൻ്റെ റിമൈൻഡർ 0 വരും. അത് കഴിഞ്ഞിട്ടുള്ള നമ്പർ 1 വരും, അല്ലെങ്കിൽ 2 വരും. ഈ സെറ്റ് ഈ 0 1 2 ഇത് മാത്രമേ ഉള്ളൂ എന്ത് വരുന്നത്? ഇതിൻ്റെ ഇൻറ്റിജേഴ്സ് ആയിട്ട് വരുന്നത്. അതിൽ എല്ലാ ഇൻറ്റിജേഴ്സും ഇവിടെ നമുക്ക് വരും. നോക്കാം, 1 0 1 2 3 4 5 6 7 8 9 10 11 12 13 14 അതങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അതേപോലെ ഇതിൻ്റെ നെഗറ്റീവ് -1 -2 ഒക്കെ ഒന്നെങ്കിൽ 0 റിമൈൻഡർ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ 1 റിമൈൻഡർ ആയിട്ട് വരുന്നു, അല്ലെങ്കിൽ 2 റിമൈൻഡർ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സെഡിനെ എന്ത് ചെയ്യാം? ഇതിൻ്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യാം. അതായത് നമ്മൾ സെഡിനെ 3 സെറ്റ് ആക്കിയിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്തു, 3 ക്ലാസ്സസ് ആക്കിയിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്തു. 0 റിമൈൻഡർ കിട്ടുന്ന 0,
3 6 -3 -6 അങ്ങനെ എക്സെട്ര രണ്ട് ഭാഗത്ത് ഇത് നീണ്ടു പോകും. ഇനി 1 റിമൈൻഡർ ആയിട്ട് വരുന്നത് 1 4 7 എക്സെട്ര. അടുത്തത് 2 റിമൈൻഡർ ആയിട്ട് വരുന്നത് 2 5 8 എക്സെട്ര. അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെയും യൂണിയൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? Z എന്ന് പറയുന്ന കംപ്ലീറ്റ് സെറ്റ് കിട്ടും. സോ ഇവിടെ സെഡിനെ ഈ ലീസ്റ്റ് റെസിഡ്യൂസിൻ്റെ സെറ്റ് ഉപയോഗിച്ചിട്ട് 0 1 2 ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു? 3 ഡിസ്ജോയിൻറ്റ് ക്ലാസ്സസ് ആക്കി അല്ലേ. ഇത് മൂന്നും എന്താണ്? ഡിസ്ജോയിൻ്റ് ആണ്. ഒന്നിലുള്ള എലമെൻറ്റ് മറ്റേതിൽ വരുന്നില്ല. സോ 3 ഡിസ്ജോയിൻറ്റ് ക്ലാസ്സസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടില്ലേ ഈ 0 1 2 ഈ ക്ലാസ്സസിനെയാണ് നമ്മൾ കോൺഗ്രുവൻറ്റ് ക്ലാസ്സസ് മോഡുലോ 3 എന്ന് പറയുന്നത്. ഓക്കെ, കോൺഗ്രുവൻറ്റ് ക്ലാസ്സിലോ മോഡുലോ 3 എന്ന് പറയുന്നത് 0 1 2 ഇതിനെയാണ് കോൺഗ്രുവൻറ്റ് ക്ലാസ്സസ് മോഡുലോ 3 എന്ന് പറയുന്നത്. എന്താ അപ്പോൾ ഈ കംപ്ലീറ്റ് സർക്കിൾ സെഡിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്കിൽ ഇവിടെ നമുക്ക് ഇതിനെ മൂന്നാക്കി ഡിവൈഡ് ചെയ്യാം. കോൺഗ്രുവൻസ് 0ൻ്റെ ക്ലാസ്, 1ൻ്റെ ക്ലാസ്, 2ൻ്റെ ക്ലാസ് ആക്കിയിട്ട്. സോ ലീസ്റ്റ് റെസിഡ്യൂസ് മോഡുലോ എം ഉപയോഗിച്ചിട്ട് നമുക്ക് സെഡിനെ എന്താക്കാം? 3 ക്ലാസ് എം ക്ലാസ്സസ് ആക്കി ഡിവൈഡ് ചെയ്യാം. ഇവിടെ 3 ആയതുകൊണ്ട് സെഡിനെ നമ്മൾ 3 ഡിസ്ജോയിൻറ്റ് ക്ലാസ്സസ് ആക്കി ഡിവൈഡ് ചെയ്തു. മോഡുലോ എം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എം ഡിസ്ജോയിൻറ്റ് ക്ലാസ്സസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ കോൺഗ്രുവൻറ്റ് ക്ലാസ്സസ് മോഡുലോ എം എന്ന് പറയുന്നത്. ഇനി നമ്മൾ കണ്ടത് എന്താണ്? കോൺഗ്രുവൻറ്റ് ക്ലാസ്സസ് മോഡുലോ 3. അടുത്തത് കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂസ് മോഡുലോ എം. In general, a collection of m integers a1, a2, etc. am is said to form a complete set of residues. Modulo m if every integer n is congruent modulo m to one and only one of the ak, or a1, a2, etc. am are congruent modulo m to 0 1 2 etc. m-1 taken in some order. ഓക്കെ, ഇതാണ് കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂസ് എന്ന് പറയുന്നത്. ഇത് നമുക്കൊരു എക്സാമ്പിൾ ഉപയോഗിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഞാനൊരു സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് എടുത്തിട്ടുണ്ട്. -12 -4 11 13 22 82 91. ഓക്കെ ഈ ഒരു സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സിനെ കൺസിഡർ ചെയ്തു. നമ്മൾ മോഡ് 7ലാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, മോഡ് 7ലാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇവിടെ നോക്കും, -12 ഈസ് കോൺഗ്രുവൻറ്റ് ടു എന്താണ്? 2 മോഡ് 7 അല്ലേ. 12 - 2 എന്ത് കിട്ടും? -12 - 2 -14 കിട്ടും. സോ -12 ഈസ് കോൺഗ്രുവൻറ്റ് ടു 2 മോഡ് 7. അടുത്തത് എന്താണ്? 4 ആണ്. സോ -4 എന്താണ്? ഇറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 3 മോഡ് 7 ആണ്. ആൻഡ് അടുത്തത് 11 ആണ്. 11 ഈസ് കോൺഗ്രുവൻറ്റ് ടു എന്താണ്? 4 മോഡ് 7. 13 ഈസ് കോൺഗ്രുവൻറ്റ് ടു 6 മോഡ് 7. 22 is congruent to 1 mod 7 and 82 is congruent to 5 mod 7 and 91 is congruent to 0 mod 7. So your set of integers -12 -4 11 13 22 82 91 എടുത്തു. അതിൻ്റെ നമ്മൾ മോഡ് 7ൽ എന്താണ് വാല്യൂസ് കണ്ടുപിടിച്ചു. കോൺഗ്രുവൻറ്റ് മോഡുലോ 7 എന്താണെന്ന് കണ്ടു. ഓക്കെ, അപ്പോൾ ഈ ഇൻറ്റീജേഴ്സ് നോക്കുക. അതിൻ്റെ കോൺഗ്രുവൻറ്റ് മോഡുലോ ഇതായിട്ട് വരുന്ന ഇൻറ്റീജേഴ്സ് ഇതൊക്കെയാണ്. 0 ഉണ്ട്, 1 ഉണ്ട്, 2 3 4 5 ആൻഡ് 6 അല്ലേ. അത്രയും ഇൻറ്റീജേഴ്സാണ് അത് വരുന്നത്. സോ ഈ സെറ്റിലുള്ള ഇൻറ്റീജേഴ്സിൻ്റെ കോൺഗ്രുവൻറ്റ് മോഡുലോ 7 എടുക്കുമ്പോൾ നമുക്ക് അതൊക്കെ കിട്ടുന്നത് 0 1 2 3 4 5 6 7. ഓക്കെ, മോഡ് 7 എടുത്തപ്പോൾ ഇതാണ് അതിൻ്റെ കോൺഗ്രുവൻറ്റ് മോഡുലോ ആയിട്ട് കിട്ടിയത്. ഇതിനെ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? ദിസ് ഈസ് ദ സെറ്റ് ഓഫ് ലീസ്റ്റ് റെസിഡ്യൂസ് മോഡുലോ 7 അല്ലേ. 7 വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന സെറ്റ് ഓഫ് ലീസ്റ്റ് റെസിഡ്യൂസ് ആണ് എന്ത്? 0 1 2 3 എക്സെട്ര 4 5 6 അല്ലേ. നമ്മൾ ഒരു നമ്പറിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടാവുന്ന പോസിബിൾ റിമൈൻഡേഴ്സ് ഏതൊക്കെയാണ്? 0 1 2 3 4 5 6 അതാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. സോ ദിസ് ഈസ് ദ സെറ്റ് ഓഫ് ലീസ്റ്റ് റെസിഡ്യൂസ് മോഡുലോ 7. ഇനി ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെടുത്ത സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ്. ഈ സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂസ് മോഡുലോ 7 ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മളത് കോൺഗ്രുവൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സിനെയൊക്കെ കണ്ടു. അതെന്തൊക്കെയായിരുന്നു? 0 1 2 3 എക്സെട്ര 6. അതായത് എന്താണ്? ലീസ്റ്റ് റെസിഡ്യൂസ് മോഡുലോ 7 ആണ്. ഇനി ഇതിൻ്റെ ഡെഫിനിഷൻ പ്രകാരം നമ്മൾ ഏതൊരു ഇൻറ്റീജർ എന്നിന് എടുത്തിട്ടുണ്ടെങ്കിലും, സോ നമ്മൾ ഇവിടെ n = 10 എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ 10 മോഡ് 7 നോക്കുക. അപ്പോൾ 10 എന്താണ്? -12 കോൺഗ്രുവൻറ്റ് മോഡ് 7 ആണോ? അല്ല, 10 ഈസ് നോട്ട് കോൺഗ്രുവൻറ്റ് ടു -12 മോഡ് 7. കാരണം എന്താണ്? ഇവിടെ -12 ആകുമ്പോൾ ഇതെന്താണ്?
10 പ്ലസ് 12 അല്ലേ 7 ഇങ്ങനെ ഇത് കോൺഗ്രുവൻ്റ് ആണെങ്കിൽ അതായത് 10 കോൺഗ്രുവൻ്റ് ടു -12 മോഡ് 7 ആവണം എന്നുണ്ടെങ്കിൽ എന്താവണം 10 -12 ദാറ്റ് ഈസ് 10 പ്ലസ് 12നെ എന്ത് ചെയ്യണം 7 ഡിവൈഡ് ചെയ്യണം ദാറ്റ് ഈസ് 7 ഷുഡ് ഡിവൈഡ് 10 പ്ലസ് 12 22 7 ഡസ് നോട്ട് ഡിവൈഡ്സ് 22 അതുകൊണ്ട് എന്താണ് 10 ഇൻകോൺഗ്രുവൻ്റ് ടു -12 മോഡ് 7 ആണ്. അടുത്തത് 10 4ഉമായിട്ട് കോൺഗ്രുവൻ്റ് മോഡുലോ 7 -4ഉമായി കോൺഗ്രുവൻ്റ് മോഡുലോ 7 ആണോ നോക്കുക. സോ 10 ഈസ് കോൺഗ്രുവൻ്റ് ടു -4 മോഡുലോ 7 അല്ലേ ദാറ്റ് ഈസ് 7 എന്ത് ചെയ്യും 7 ഡിവൈഡ്സ് 10 -4 ദാറ്റ് ഈസ് 10 പ്ലസ് 4 7 ഡിവൈഡ്സ് 14 അതുകൊണ്ട് 10 കോൺഗ്രുവൻ്റ് ടു -4 മോഡ് 7 ആണ്. അടുത്തത് എന്താണ് ഈ സെറ്റിലെ അടുത്ത ഇൻറ്റീജർ 11. സോ 10 കോൺഗ്രുവൻ്റ് ടു 11 മോഡ് 7 ആണോ അല്ല, കാരണം എന്താണ് 10 കോൺഗ്രുവൻ്റ് ടു 11 മോഡ് 7 ആണെങ്കിൽ 7 എന്ത് ചെയ്യണം 7 ഷുഡ് ഡിവൈഡ് 10 -11 10 -11 ഈസ് -1 സോ 7 ഡസ് നോട്ട് ഡിവൈഡ്സ് -1 സോ 10 ഈസ് ഇൻകോൺഗ്രുവൻ്റ് ടു 11 മോഡ് 7. അതേപോലെ നോക്കിയാൽ നമുക്ക് 10 ഇൻകോൺഗ്രുവൻ്റ് ടു 13 മോഡ് 7 ആണ്, 10 ഇൻകോൺഗ്രുവൻ്റ് ടു 22 മോഡ് 7 ആണ്, 10 ഇൻകോൺഗ്രുവൻ്റ് ടു 18 മോഡ് 7 ആണ് ആൻഡ് 10 ഈസ് ഇൻകോൺഗ്രുവൻ്റ് ടു 91 മോഡ് 7. അപ്പോൾ നമ്മളൊരു ഇൻറ്റീജർ n ഇസ് ഈക്വൽ ടു 10 എടുത്തു. ഈ സെറ്റിൽ ഇല്ലാത്ത ഒരു ഇൻറ്റീജർ n ഈക്വൽ ടു 10 എടുത്തപ്പോൾ അതെന്താ നമുക്ക് കിട്ടി ദാറ്റ് ഈസ് കോൺഗ്രുവൻ്റ് ടു ഇതിലെ ഒരു എലമെൻറ്റ് -4 മോഡ് 7 അല്ലേ, ഇതിലെ ഒരു എലമെൻ്റായ -4ഉമായിട്ട് അതെന്താണ് കോൺഗ്രുവൻ്റ് മോഡുലോ 7 ആണ്. 10 ഈസ് കോൺഗ്രുവൻ്റ് ടു -4 മോഡ് 7 ആണ്. ബാക്കിയുള്ള ഒന്നിനേറ്റും അതെന്തല്ല കോൺഗ്രുവൻ്റ് മോഡുലോ 7 അല്ല. സോ നമുക്ക് ഇവിടെ എന്ത് കിട്ടി n ഈസ് കോൺഗ്രുവൻ്റ് ടു എക്സാക്ട്ലി 1 ഓഫ് ദിസ് ഈ സെറ്റിലെ ഒറ്റ എക്സാക്ട്ലി 1 എലമെൻറ്റുമായിട്ട് ഇത് കോൺഗ്രുവൻ്റ് മോഡുലോ 7 ആണ് കിട്ടി. ഓക്കെ, അതുകൊണ്ട് ഈ നമ്പർ എന്താണെന്ന് പറയാം നമുക്ക് കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂസ് ആണെന്ന് പറയാം. അതായത് നമ്മളിവിടെ ഒരു ആർബിട്രറി ആയിട്ട് n ഈക്വൽ ടു 10 എടുത്തപ്പോൾ അത് എന്തായി ഈ സെറ്റിലെ എക്സാക്ട്ലി 1 എലമെൻറ്റുമായിട്ട് കോൺഗ്രുവൻ്റ് മോഡുലോ 7 ആയി. അങ്ങനെ ഏതൊരു ഇൻറ്റീജർ എടുത്തിട്ടുണ്ടെങ്കിലും n ഈക്വൽ ടു 10 എടുത്തപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്തു. ഇനി ഏതൊരു ഇൻറ്റീജർ n 11 എടുത്താലും n 100 എടുത്താലും n 1000 എടുത്താലും ദിസ് ഈസ് കോൺഗ്രുവൻ്റ് ടു എക്സാക്ട്ലി 1 ഓഫ് ദിസ് ഇതിലെ ഏതെങ്കിലും ഒന്നുമായിട്ട് എക്സാക്ട്ലി 1ഉമായിട്ട് കോൺഗ്രുവൻ്റ് മോഡുലോ 7 ആണെങ്കിൽ ഈ സെറ്റിനെ നമുക്ക് എന്ത് പറയാം ദിസ് സെറ്റ് ഈസ് എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂസ് മോഡുലോ 7 ആണെന്ന് പറയാം. ഓക്കെ, ഇനി ഡെഫിനിഷൻ ഒന്ന് നോക്കൂ. എ കളക്ഷൻ ഓഫ് m integers a1 a2 etc am is said to form a complete set of residues modulo m. അപ്പോൾ ഒരു m ഇൻറ്റീജേഴ്സിൻ്റെ ഒരു സെറ്റ് a1 a2 etc am, അതായത് നമ്മൾ നേരത്തെ എടുത്ത -12 -4 etc 91 ആ സെറ്റ് ഉണ്ടല്ലോ, ഇറ്റ് ഈസ് സെറ്റ് ടു ഫോം എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂ മോഡുലോസ് m കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂ മോഡുലോ m. അവിടെ നമ്മൾ എന്താണ് മോഡുലോ 7 ആണ് കൺസിഡർ ചെയ്തത്. ഇഫ് എവറി ഇൻറ്റീജർ n നമ്മൾ ഏതൊരു ഇൻറ്റീജർ n എടുത്തിട്ടുണ്ടെങ്കിലും ഈസ് കോൺഗ്രുവൻ്റ് ടു എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂ മോഡുലോ m. ഇഫ് എവറി ഇൻറ്റീജർ n ഏതൊരു ഇൻറ്റീജർ n എടുത്തിട്ടുണ്ടെങ്കിലും അതെന്താവണം കോൺഗ്രുവൻ്റ് ടു എക്സാക്ട്ലി 1 ഓഫ് the m integers, exactly one element of the element ak. akകളിലെ a1 a2 etc am എടുത്തില്ല, അതിലെ ഏതെങ്കിലും ഒന്ന് മാറ്റി എക്സാക്ട്ലി 1ഉമായിട്ട് അതെന്താവണം കോൺഗ്രുവൻ്റ് മോഡുലോ m ആണ്. സോ ആ സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് നമ്മൾ എടുത്തതിൽ a1 a2 etc am എടുത്തതിൽ ആ സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സെറ്റ് ഓഫ് ഇൻറ്റീജർ നമ്മൾ വേറൊരു ഇൻറ്റീജർ ഏതൊരു ഇൻറ്റീജർ n എടുത്തിട്ടുണ്ടെങ്കിലും അതെന്താവണം ഈ ഇൻറ്റീജേഴ്സിലെ ഏതെങ്കിലും ഒന്നുമായിട്ട് കോൺഗ്രുവൻ്റ് മോഡുലോ m ആവണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സെറ്റിന് സെറ്റ് a1 a2 etc amനെ കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂസ് മോഡുലോ m എന്ന് പറയും. ഓക്കെ, അതായത് a1 a2 etc am എന്താവണം കോൺഗ്രുവൻ്റ് മോഡുലോ m2 0 1 2 3 etc m-1 ആണ് m-1 ടേക്കൺ ഇൻ സം ഓർഡർ ആവണം. അതായത് നമ്മൾ പറഞ്ഞു ഈ ഒരു സെറ്റ് a1 a2 etc am എന്ന് പറയുന്ന ഈ സെറ്റ് എന്താണ് കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂസ് മോഡുലോ m ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു ഇൻറ്റീജർ n എടുത്തിട്ടുണ്ടെങ്കിലും അത് കോൺഗ്രുവൻ്റ് മോഡുലോ m2 ഇതിലുള്ള ഏതെങ്കിലും ഒന്നുമായിട്ട് എക്സാക്ട്ലി ഒന്നുമായിട്ട് എന്താവണം കോൺഗ്രുവൻ്റ് മോഡുലോ m ആവണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഏതൊരു ഇൻറ്റീജറും ഈ ഒരു സെറ്റിലെ എലമെൻറ്റുമായിട്ട് കോൺഗ്രുവൻ്റ് മോഡുലോ m ആവണമെങ്കിൽ
എന്ത് വേണം, നമ്മൾ n കോൺഗ്രുവൻറ്റ് ടു മോഡ് എം എഴുതുകയാണെങ്കിൽ, n കോൺഗ്രുവൻറ്റ് ടു മോഡ് എം ആണെങ്കിൽ ഇവിടെ n ഈസ് കോൺഗ്രുവൻറ്റ്, ഇവിടെ വരാനുള്ള പോസിബിൾ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഏതൊക്കെ, ഇൻറ്റീജേഴ്സ് ഏതൊക്കെയായിരുന്നു, n കോൺഗ്രുവൻറ്റ് ടു എന്താണ് അതിൻ്റെ ലീസ്റ്റ് റെസിഡ്യൂസ് അല്ലേ, ലീസ്റ്റ് റെസിഡ്യൂസ് ആണ് അതിൻ്റെ നമ്മളവിടെ കോൺഗ്രുവൻറ്റ് മോഡിലായിട്ട് ഇവിടെ വരുന്ന എലമെൻറ്റ്സ് അതിൻ്റെ ലീസ്റ്റ് റെസിഡ്യൂസിൽ പെട്ട ഏതെങ്കിലും ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണ് 0 1 2 3 എക്സെട്ര m-1 ഇതാണ് ഇവിടെ വരാവുന്ന ഈ നമ്പേഴ്സിൽ ഏതെങ്കിലും ഒന്നായിരിക്കും എന്താണ് ഇവിടെ വരുന്ന ഏതെങ്കിലും ഒരു എലമെൻറ്റ്. ഓക്കെ, നമ്മൾ കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂസിൻ്റെ ഡെഫിനിഷനിൽ പറഞ്ഞു ഈ ഒരു സെറ്റ് A1 A2 എക്സെട്ര AM ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂസ് മോഡുലോ M ആവണമെങ്കിൽ ഏതൊരു ഇൻറ്റിജർ n എടുത്തിട്ടുണ്ടെങ്കിലും അത് ഇതിൽ ഏതെങ്കിലും ഒന്നുമായിട്ട് എക്സാക്ട്ലി 1ഉമായിട്ട് എന്താവണം, കോൺഗ്രുവൻറ്റ് മോഡുലോ M ആവണം. പക്ഷെ നമുക്കറിയാം n കോൺഗ്രുവൻറ്റ് മോഡുലോ M ആവുന്നത് ഏതിനേറ്റ് മാത്രമേ ഉള്ളൂ, n കോൺഗ്രുവൻറ്റ് മോഡുലോ M എഴുതുകയാണെങ്കിൽ ഇവിടെ വരാവുന്നത് n കോൺഗ്രുവൻറ്റ് മോഡുലോ M ആവുന്ന ഇൻറ്റിജേഴ്സ് ഏതൊക്കെയുള്ളൂ, 0 1 2 3 എക്സെട്ര m-1 ആണ്. സോ n കോൺഗ്രുവൻറ്റ് ടു ഇതിലേതെങ്കിലും ഒന്ന് ആവണമെന്നുണ്ടെങ്കിൽ എന്താവണം, ഇതിൽ ഉള്ള എലമെൻറ്റ്സ് ഓരോന്നും 0 1 2 3 എക്സെട്ര m-1ഉമായിട്ട് കോൺഗ്രുവൻറ്റ് മോഡുലോ M ആവണം. ഓക്കെ, അതായത് A1 A2 എക്സെട്ര AM എന്ന് പറയുന്ന സെറ്റ് കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂസ് മോഡുലോ M ആവണമെങ്കിൽ ഏതൊരു ഇൻറ്റിജർ n എടുത്തിട്ടുണ്ടെങ്കിലും അത് കോൺഗ്രുവൻറ്റ് മോഡുലോ M2 എക്സാക്ട്ലി 1 ഓഫ് ദിസ് ആവണം. A1 A2 എക്സെട്ര AMൽ ഏതെങ്കിലും ഒന്നുമായിട്ട് എന്താവണം, കോൺഗ്രുവൻറ്റ് മോഡുലോ M ആണ്. പക്ഷെ നമുക്ക് എന്താ അറിയാം, ഏതൊരു ഇൻറ്റിജർ n എടുത്തിട്ടുണ്ടെങ്കിലും അത് കോൺഗ്രുവൻറ്റ് മോഡുലോ M ആവുന്ന പോസിബിൾ ആയിട്ടുള്ള ഇൻറ്റിജേഴ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ ലീസ്റ്റ് റെസിഡ്യൂസ് ആണ് 0 1 2 3 എക്സെട്ര m-1 ഇതിൽ ഏതെങ്കിലും ഒന്നുമായിട്ടുള്ളൂ ഏതൊരു ഇൻറ്റിജർ n എടുത്തിട്ടുണ്ടെങ്കിലും കോൺഗ്രുവൻറ്റ് മോഡുലോ M ആവുക. ഓക്കെ, അപ്പോൾ n എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ A1 A2 എക്സെട്ര AMുമായി കോൺഗ്രുവൻറ്റ് മോഡുലോ M ആവണമെന്നുണ്ടെങ്കിൽ ഈ A1 A2 എക്സെട്ര AM എന്താവണം, 0 1 2 3 എക്സെട്ര m-1ഉമായി അതിലുള്ള ഏതെങ്കിലും ഒന്നുമായിട്ട് കോൺഗ്രുവൻറ്റ് മോഡുലോ M ആവണം. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈസ് ദ സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് 2 11 21 13 10 ഫ്രോം എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂസ് മോഡുലോ 5. ഓക്കെ, അപ്പോൾ നമുക്കൊരു സെറ്റ് ഓഫ് എലമെൻറ്റ്സ് തന്നിട്ടുണ്ട്, ഇൻറ്റീജേഴ്സ് തന്നിട്ടുണ്ട് 2 11 21 13 10 ഇതൊരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂസ് മോഡുലോ 5 ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂസ് മോഡുലോ എമ്മിൻ്റെ ഡെഫിനിഷനിൽ നമ്മൾ പറഞ്ഞു A1 A2 എക്സെട്ര AM എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂസ് മോഡുലോ M ആവണമെങ്കിൽ അതിലുള്ള ഏതൊരു ഇൻറ്റിജർ n എടുത്തിട്ടുണ്ടെങ്കിലും അതെന്താവണം, ഇറ്റ് ഷുഡ് ബി കോൺഗ്രുവൻറ്റ് മോഡുലോ M ടു എനി ഓഫ് ദ AI അല്ലെ, ആ A1 A2 എക്സെട്ര AMലെ ഏതെങ്കിലും ഒന്നുമായിട്ട് എന്താവണം, n കോൺഗ്രുവൻറ്റ് മോഡുലോ M ആവണം. അതാണ് അതിൻ്റെ ഡെഫിനിഷൻ. നമ്മൾ പറഞ്ഞു അങ്ങനെയാണോ എന്നറിയാൻ എന്ത് നോക്കിയാൽ മതി, ഈ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് A1 A2 എക്സെട്ര AM എന്താണ് കോൺഗ്രുവൻറ്റ് ടു അതിൻ്റെ ഏതെങ്കിലും ലീസ്റ്റ് റെസിഡ്യൂസുമായിട്ട് കോൺഗ്രുവൻറ്റ് മോഡുലോ 5 ആണോ നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ ഈ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് എന്താണ്, ഇതിൻ്റെ ലീസ്റ്റ് റെസിഡ്യൂസുമായിട്ട് കോൺഗ്രുവൻറ്റ് മോഡുലോ M ആണോ എന്ന് നോക്കിയാൽ മതി. സോ ഇവിടെ 12 11 21 13 10 ആണ്. അപ്പോൾ അതിന് നമ്മൾ മോഡ് 5 എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, കോൺഗ്രുവൻറ്റ് മോഡ് 5 എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. സോ ഇവിടെ എന്താ കിട്ടുക, 2 ഈസ് കോൺഗ്രുവൻറ്റ് ടു എന്താണ്, 2 മോഡ് 5 ആണ്. 11 കോൺഗ്രുവൻറ്റ് ടു എന്താണ്, 1 മോഡ് 5 ആണ്. 11 മൈനസ് 1 10, സോ 5 ഡിവൈഡ്സ് 10. അടുത്തത് 21 എന്താണ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 5 അല്ലേ. 13 കോൺഗ്രുവൻറ്റ് ടു 3 മോഡ് 5, 10 കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് 5. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്, ഓരോന്നും കോൺഗ്രുവൻ്റ് ആയിട്ടുള്ളത് കിട്ടിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്, 0 1 1 2 3. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ കിട്ടിയത്, ഇവിടെ 11ഉം 21ഉം എന്താണ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 5 ആണ്. രണ്ടും സെയിം ഇതുമായിട്ട് തന്നെ എന്ത് വരുന്നുണ്ട്, കോൺഗ്രുവൻറ്റ് മോഡുലോ വരുന്നുണ്ട്. ആൻഡ് ഇതിലൊന്നും എന്തില്ല, 4ഉമായിട്ട് ഇതിൻ്റെ ലീസ്റ്റ് റെസിഡ്യൂവിൽ ഒരു എലമെൻറ്റ് കൂടി ഉണ്ട്, 4ഉം കൂടി ഉണ്ട്. പക്ഷേ ആ 4ഉമായിട്ട് ഇതിലുള്ള ഒരു എലമെൻറ്റും എന്താവുന്നില്ല, കോൺഗ്രുവൻറ്റ് മോഡുലോ 5 ആയിട്ട് വരുന്നില്ല. ഇവിടെ 1 തന്നെ രണ്ട് ടൈം വരുന്നുണ്ട്. സോ എക്സാക്ട്ലി 1 എന്നുള്ള കണ്ടീഷൻ എന്ത് ചെയ്യുന്നില്ല, ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് 2 11 21 13 10 എന്ന് പറയുന്നത് എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂ മോഡുലോ 5.